വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ. വയസ്സിന് മുകളിലാണ് അത് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് ഈ മരണങ്ങൾ. അങ്ങനെ ഉള്ള ഈ കോവിഡ് മഹാമാരി മൂലം ഇന്നേ വരെ ഒരു 1/4 കോടിയിലധികം ആൾക്കാർ, 26 ലക്ഷം മനുഷ്യർ അധികമായിട്ട് ലോകത്തിൽ മരിച്ചു കഴിഞ്ഞു. 26 ലക്ഷം എന്ന് പറയുന്നത് പോലും 26-ൽ നമുക്ക് ഒതുക്കാൻ കഴിഞ്ഞത് വളരെ വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക രംഗം മുഴുവൻ അടച്ചിട്ടുകൊണ്ട് പലതരം ലോക്കൗട്ടുകളും ഒക്കെയായി പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ എന്നിട്ട് പോലും ആണ് 26 ലക്ഷത്തോളം മരണങ്ങൾ ലോകത്തിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ രോഗം വന്നതിൽ പിന്നെ ഇന്നേ വരെ നടന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം രോഗം ആദ്യമായി കണ്ടുപിടിച്ചത് മുതൽ പിന്നീട് വന്നിട്ടുള്ള ഒരു വർഷക്കാലം കൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. കാരണം വാക്സിനുകൾ ലഭ്യമായി എന്നുള്ളതാണ്. ഇത്രയും പെട്ടെന്ന് വാക്സിനുകൾ വരിക എന്ന് പറയുന്നത് തന്നെ മുമ്പൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഗതിയാണ്. അത് പൂർണ്ണമായിട്ടും സയൻസിൻ്റെ വലിയ ഒരു നേട്ടമായിട്ട് തന്നെ കാണണത്. കാരണം സയൻസ് നമ്മുടെ രക്ഷയ്ക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇന്നല്ല അനേക വർഷം ഒരുപാടധികം മരണങ്ങളോടുകൂടെ ആയിരിക്കും ഇത് അവസാനിക്കുമായിരുന്നു. എന്നാൽ അതിന് വിരാമം ഇട്ടുകൊണ്ട് ഇത്ര വേഗത്തിൽ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞത് സയൻസിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. ആദ്യ ഘട്ടത്തിൽ ഈ രോഗം ഇത് തികച്ചും പുതിയ വ്യത്യസ്തമായ ഒരു രോഗമാണെന്ന് കണ്ടെത്തിയതിന് ശേഷം ഏതാനും ആഴ്ചക്കകം തന്നെ 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ ചൈനയിൽ വുഹാനിൽ ഈ രോഗം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ വൈറസിനെ അത് കണ്ടുപിടിക്കുകയും ആ വൈറസിൻ്റെ ജനിതക ക്രമം പൂർണ്ണമായിട്ട് RNA വൈറസാണിത്.
അപ്പോൾ RNA എന്ന് പറയുന്ന റൈബോ ന്യൂക്ലിക് ആസിഡ് വൈറസിൻ്റെ ജനിതക ക്രമം അത് പൂർണ്ണമായിട്ട് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. RNA DNA എന്നെല്ലാം പറയുന്ന ന്യൂക്ലിക് ആസിഡുകൾ വേണമെങ്കിൽ അത് നമ്മുടെ എല്ലാ കോശങ്ങളിലും അങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ രൂപരേഖ നൽകുന്നതാണ് ഈ ജനിതക ക്രമങ്ങൾ. ആ ഒരു വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഈ RNA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു വലിയ ചങ്ങലയായിട്ട് സങ്കല്പിക്കാം. അപ്പോൾ അതിൽ കുറേ കണ്ണികളുണ്ടാവും ഈ ചങ്ങലയിൽ. ആ ഓരോ കണ്ണിയും ഒരു ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറയും. ഓരോ തരം ന്യൂക്ലിയോട്ടൈഡ്, 4 തരം ന്യൂക്ലിയോട്ടൈഡ് ഉണ്ട്, A, T, G, C എന്ന് പറഞ്ഞ്. ഇത് പല രീതിയിൽ അടുക്കി വെച്ചുകൊണ്ടാണ് എല്ലാ ജീവികളുടെയും ജനിതക പദാർത്ഥം ഉണ്ടായി വരുന്നത്. അപ്പോൾ എല്ലാ ജീവികളും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? ഈ ക്രമങ്ങളിൽ വരുന്ന വ്യത്യാസമാണ്. ഈ വൈറസിന് 29,903 കണ്ണികളാണ് ഈ ചങ്ങലയിലുള്ളത്. ആ കണ്ണികളുടെ ക്രമം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ജനിതക ക്രമം എന്ന് പറയുന്നത്. അത് ചൈനക്കാർ ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കണ്ടുപിടിക്കുന്നു. അത് ലോകം മുഴുവൻ അത് അറിയിച്ചു, എല്ലാവരുമായിട്ട് ആ വിവരം പങ്കിടുകയാണ്. ഇതാണ് കൊറോണ കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശാസ്ത്രജ്ഞർ തമ്മിൽ വിവരങ്ങൾ വളരെയധികം സ്വതന്ത്രമായ രീതിയിൽ പങ്കിട്ടു എന്നുള്ളതാണ്. വിവിധ രാജ്യങ്ങളിലുള്ള ശാസ്ത്രജ്ഞർ എന്ത് കാര്യവും തമ്മിൽ പങ്കിട്ടുകൊണ്ട്, അതുകൊണ്ടാണ് ചൈനക്കാർ ഇത് പറഞ്ഞ ഉടനെ തന്നെ എല്ലാ രാജ്യങ്ങളിലും അത് വെച്ച് ഇത് രോഗനിർണയത്തിനുള്ള ടെസ്റ്റുകൾ കണ്ടുപിടിച്ചു. ആ ടെസ്റ്റുകൾ കിറ്റുകൾ ഇറങ്ങി. അപ്പോൾ തന്നെ രോഗനിർണയം നടത്താൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെയാണ് ജനുവരി 30 നമുക്ക് കേരളത്തിൽ തന്നെ ഈ ഒരു ടെസ്റ്റ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ടൊരു കേസ് കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ്. പിന്നീട് അങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ഇന്ന് വാക്സിൻ വരെ എത്തി നിൽക്കുന്ന ഇതിൽ ഓരോ ഘട്ടത്തിലും ഈ രീതിയിലുള്ള വലിയ തോതിൽ പരസ്പര സഹകരണം നടന്നിട്ടുണ്ട് രാജ്യങ്ങൾ തമ്മിൽ. വേറെ വലിയൊരു മാറ്റം വന്നിട്ടുള്ളത്, ഒരു കാലത്തും നമ്മുടെ ഓർമ്മയിൽ ഒരു കാലത്തും സയൻസിന് ഇത്രമാത്രം പ്രാമുഖ്യം കിട്ടിയിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല. കാരണം ഈ കൊറോണ വന്നത് പിന്നെ വളരെ വ്യക്തമായൊരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് അത്ഭുതങ്ങളും ഈ പ്രാർത്ഥന കൊണ്ടോ അത്ഭുതങ്ങൾ കൊണ്ടോ ഇതുകൊണ്ടൊന്നും തന്നെ ദൈവങ്ങൾ കൊണ്ടോ ഒന്നും ഇതിനെ പരിഹരിക്കാൻ പറ്റില്ല. സയൻസിന് മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വളരെ വ്യക്തമായി തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള. അതുകൊണ്ട് തന്നെ സയൻസിനുള്ള പ്രാധാന്യം ഓരോ ഗവൺമെൻറ്റും ഇതിന് മുമ്പില്ലാത്ത രീതിയിൽ ഇതിന് പ്രാധാന്യം നൽകുകയും അതിനു വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ്, പരസ്പര സഹകരണവും സയൻസിന് കൊടുത്തിട്ടുള്ള ഈ പ്രാധാന്യം. ഇത് രണ്ടും വെച്ച് നമുക്ക് വളരെ വലിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള വളരെ വലിയ ഒരു പാഠമാണ് സത്യത്തിൽ ഈ കൊറോണ രോഗം നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും
വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായിട്ടുള്ളവർക്ക് സാധ്യത കൂടുതലാണ്. ക്യാൻസർ രോഗികൾ, അതിനുള്ള ചികിത്സ നടത്തുന്നവർ, ഡയാലിസിസ് നടത്തുന്നവർ, ഇത്തരത്തിലുള്ളവരിലും സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഗുരുതര പ്രശ്നങ്ങളുള്ള ആൾക്കാരെ അവരിലെ എങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയുന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റുള്ളവരിൽ നിന്ന് രോഗം അവർക്ക് പകരാതിരിക്കാൻ അവരെ സംരക്ഷിക്കുക. നമ്മൾ അതിന് കൊടുക്കുന്നൊരു പേര് റിവേഴ്സ് ക്വാറന്റൈൻ എന്നാണ്. ആ രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ. പിന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യം, വളരെ അടുത്തടുത്ത് ആൾക്കാർ നിൽക്കുന്ന, കൂട്ടം കൂടുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും വേണ്ടത്ര വായുസഞ്ചാരമില്ലാത്ത അടഞ്ഞ സ്ഥലങ്ങളിൽ, AC മുറികളിൽ, AC ഉള്ള ഒരു കാറ് നമ്മുടെ ജനാലയൊന്നും താഴ്ത്താതെ വായു അകത്ത് കിടക്കാൻ വയ്യാത്ത രീതിയിൽ അതിലൊരാൾക്ക് രോഗമുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള അടഞ്ഞ സ്ഥലങ്ങൾ. പിന്നെ അപൂർവമായിട്ട് ചിലപ്പോൾ ചുമക്കും തുമ്പൊക്കെ ചെയ്യുമ്പോൾ രോഗിയിൽ നിന്ന് വൈറസ് കണങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് വന്ന് ചേരുകയും ആ വസ്തു വന്ന് തൊട്ടിട്ടുള്ള ആള് പിന്നീട് കൈ മൂക്കിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതുവഴി പകരാം. അതിനാണ് നമ്മൾ കൈകൾ വൃത്തിയാക്കുന്നത്. ഇത്തരത്തിലൊരു ATMൽ പോയി അതിന് തൊട്ട് മുമ്പുള്ള ആള് വന്നിട്ട് ഇത് ഉപയോഗിച്ച ആൾക്ക് കൊറോണ രോഗം ഉണ്ടായിരുന്നു, അയാൾ ആ സമയത്ത് തുമ്മുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ATM കീയിലെല്ലാം തന്നെ ചിലപ്പോൾ വൈറസ് കണങ്ങളുണ്ടാവും. നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ മൂക്കിലോട്ട് കൈ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വൈറസ് അതുവഴി പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ATMലേക്ക് പോകുമ്പോഴും പുറത്ത് കിടക്കുമ്പോഴും കൈ വൃത്തിയാക്കാൻ വേണ്ടിയുള്ള സാനിറ്റൈസർ ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ രോഗത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, രോഗം വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. അന്ന് ഞാൻ പറഞ്ഞ മാസ്ക് ധരിക്കലും സാനിറ്റൈസർ ഉപയോഗിക്കലും അകലം പാലിക്കൽ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അടഞ്ഞ സ്ഥലങ്ങൾ ഒഴിവാക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ. 2, ഗുരുതര രോഗം വന്നവർക്ക് ചികിത്സ നൽകുക എന്നുള്ളതാണ്. അതിന് വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ, ആസ്പത്രികളിൽ, അതിൽ ICUകൾ, വെന്റിലേറ്റർ, ഇതൊക്കെ തന്നെ ആവശ്യം വരും. അത് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതുള്ള കാര്യം, കുറച്ചുകൂടെ ദൂരവ്യാപകമായി നോക്കുന്ന സമയത്ത് ഇത് അന്തിമമായി എങ്ങനെ ഈ രോഗത്തെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുന്നുള്ളതാണ് വളരെ പ്രധാനം. അവിടെയാണ് വാക്സിനുകളുടെ പ്രാധാന്യം വരുന്നത്. വാക്സിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് നേടുന്നതെന്ന് പറഞ്ഞാൽ, രോഗപ്രതിരോധം ഒരു 70% ആളിലെങ്കിലും രോഗപ്രതിരോധം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ വൈറസിന് പിന്നെ സമൂഹത്തിൽ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥ വരും. കാരണം വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചാടാൻ വേണ്ടി നോക്കുമ്പോൾ അതിൽ എല്ലാവർക്കും രോഗപ്രതിരോധം ഉണ്ട്, ചുറ്റുമുള്ളവരിൽ നിന്ന് വന്നാൽ വൈറസിന് പിന്നെ പുറത്തു പോകാൻ സ്ഥലമില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും ഓരോരുത്തരിലും ഉള്ള കുടുങ്ങിക്കിടക്കുന്ന വൈറസിന് പുറത്തൊരാളിലേക്ക് പോകാൻ ഗതിയില്ലാതെ വരുന്ന സമയത്ത് വൈറസ് സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും. അതാണ് 70% പേരിലെങ്കിലും വാക്സിനേഷൻ വഴിയുള്ള രോഗപ്രതിരോധം. എന്തുകൊണ്ടാണ് വാക്സിനേഷൻ വഴിയുള്ള രോഗപ്രതിരോധം എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം, രോഗം വന്നാൽ രോഗപ്രതിരോധം വരും. അപ്പോൾ എല്ലാവർക്കും രോഗം വന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഉള്ള പ്രശ്നം, ഒരുപാട് നമ്മൾ അതിന് കൊടുക്കേണ്ട വില വളരെ കൂടുതലാണ്. ഒരുപാട് പേർക്ക് മരണപ്പെടേണ്ടി വരും എന്ന് മാത്രമല്ല, ചിലർക്കെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ദീർഘകാലം അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ശ്വാസകോശം, ഹാർട്ട് മുതലായിട്ടുള്ളവയ്ക്ക് ദീർഘകാലം രോഗം വന്നവരിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചിലരേൽക്കും, അപൂർവമായിട്ട്. അതിനാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം അല്ലെങ്കിൽ ലോങ് കോവിഡ് എന്നെല്ലാമുള്ള പേരിൽ പറയുന്ന ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രോഗം വന്നുള്ള രോഗപ്രതിരോധം അല്ല നമുക്ക് വേണ്ടത്, പരമാവധി വാക്സിൻ കൊണ്ടുള്ള രോഗപ്രതിരോധമാണ് വേണ്ടത്. അപ്പോൾ വാക്സിൻ എത്രയും പെട്ടെന്ന് നമുക്ക് എത്ര പേരിലേക്ക് എത്തിക്കുക. ഇതിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നം, ഈ വാക്സിൻ, ഈ വൈറസുകൾ എന്ന് പറഞ്ഞാൽ അവയും സദാ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, 29,903 കണ്ണികളുള്ള ചങ്ങലയാണ് ഈ വൈറസ്. ഈ കണ്ണികളിലൊക്കെ ഇടയ്ക്ക് മാറ്റങ്ങൾ വരാം. അതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുക, ജനിതക മാറ്റം, മ്യൂട്ടേഷൻ. അപ്പോൾ പല സ്ഥലങ്ങളിലായി വ്യാപിച്ച വൈറസുകൾ ഓരോ സ്ഥലത്തുനിന്നും അവിടെ ഇങ്ങനെ പലതരത്തിലുള്ള മ്യൂട്ടേഷൻസ് വരുന്നു.
അപ്പോൾ വൈറസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറിക്കൊണ്ടിരിക്കുന്ന വൈറസിൽ ചിലതിന് വാക്സിൻ ഫലപ്രദമല്ലാതെ വന്നേക്കാം. ഇപ്പം തന്നെ പുതിയ ജനിതക മ്യൂട്ടേഷൻസ് നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ഇംഗ്ലണ്ട് സ്ട്രെയിൻ എന്ന് പറയുന്നുണ്ട് അല്ലേ, അതുപോലെ സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ഒരാളുടെ രാജ്യങ്ങളിൽ മാറിയിട്ടുള്ള വൈറസ്, അവയെ നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവയ്ക്ക് വളരെ പെട്ടെന്ന് സാധാരണത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ പകരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇവ ചിലപ്പോൾ വാക്സിന് വേണ്ടത്ര വഴങ്ങണമെന്നില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. ഇതുകൊണ്ട് എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പരമാവധി പേരെ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വളരെ വേഗത്തിൽ വാക്സിൻ
ഇന്ത്യയിലാകമാനം ഏറ്റവും അവസാനത്തെ ICMR കണക്ക് പ്രകാരം 20%-ലധികം പേർക്ക് രോഗം വന്നു പോയിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ കേരളത്തിൽ അത് 22% ഇന്ത്യയിലുണ്ടെങ്കിൽ 11% മാത്രമായിരുന്നു കേരളത്തിൽ. അപ്പോൾ ICMRൻ്റെ ഈ പഠനങ്ങൾക്ക് പൊതുവെ പറയാം സീറോ പ്രിവലൻസ് എന്നാണ്. സീറോ പ്രിവലൻസ് പഠനങ്ങൾ കാണിക്കുന്നത് കേരളത്തിൽ ഒരു ടെസ്റ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു കണക്കിന് ഒരാൾക്ക് ഏതാണ്ട് 6 പേരോളം കണ്ടെത്താതെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഒരു ടെസ്റ്റ് പോസിറ്റീവ് കേസിന് 30ഓളം കേസുകൾ കണ്ടെത്താതെ പോകുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ ഇവിടെ പലപ്പോഴും കേസുകൾ കൂടുതലാണ് കേരളത്തിൽ നിന്ന് പറയുന്ന സമയത്ത് പോലും ഇത് ഓർക്കേണ്ടതാണ്. കാരണം അപ്പോഴൊക്കെ തന്നെ നമ്മൾ കൂടുതൽ കേസുകൾ കണ്ടെത്തുന്നുണ്ട് എന്നുള്ള ഒരു സാഹചര്യം കൂടെ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മരണനിരക്കുകൾ വളരെ കുറച്ച് നിർത്താൻ വേണ്ടി കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ. ഇതിൽ 2 ഘടകങ്ങളുണ്ട്. ഈ 2 ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സംവിധാനങ്ങൾ വഴി രോഗം വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നത് തടയാൻ വേണ്ടി കഴിഞ്ഞത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം ഗുരുതരമായ രോഗം വന്നിരുന്നവർക്ക് നല്ല രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. സർക്കാർ മേഖലയിൽ കേരളത്തിൽ മാത്രമാണ് ഒരുപക്ഷെ പൂർണ്ണമായും സൗജന്യമായി എല്ലാവർക്കും ചികിത്സ ലഭ്യമാവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നില്ല വേറൊരു സ്ഥലത്തും എല്ലാവർക്കും പൂർണ്ണമായ സൗജന്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് തോന്നുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ. അതും ഏറ്റവും വലിയൊരു വിജയമായിട്ട് തന്നെ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായി മരണനിരക്കുകൾ ഏറ്റവും കുറഞ്ഞ ലോകത്തിൽ തന്നെ ഉള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെ കുറഞ്ഞ ഒരു നിരക്കിൽ നിർത്താൻ വേണ്ടി കേരളത്തിന് കഴിഞ്ഞത് ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിജയം നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ള ചോദ്യം കൂടെ ചോദിക്കുന്നത് വളരെ പ്രസക്തമാണ്. കേരളം എന്തുകൊണ്ട് കേരളം ഇങ്ങനെ ചെയ്യാനുള്ള കഴിവ് നമുക്ക് എവിടുന്ന് കിട്ടി?
ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും ജനങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട സേവനം നൽകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ശക്തി പ്രാപിച്ച പൊതുജനാരോഗ്യ സംവിധാനമാണ് നമുക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മുന്നോട്ട് കൂടുതൽ നന്നാക്കി കൊണ്ടുപോകണം. അത് വളരെ പ്രധാനപ്പെട്ട. അതുപോലെ മനുഷ്യ വിഭവശേഷി, അതിൽ തന്നെ നമ്മൾ പഠിച്ച പാഠങ്ങൾ, ഇതൊക്കെ തന്നെ ഭാവിയിൽ കേരളത്തിൽ ഒരു ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനവും അതുവഴി യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ, എല്ലാവർക്കുമുള്ള ആരോഗ്യം എത്തിച്ചേരുന്ന ലോകാരോഗ്യ സംഘടന പറയുന്ന അതിലേക്ക് വളരെ എളുപ്പം നടന്ന് ചെല്ലാൻ കേരളത്തിന് കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു സംവിധാനമൊക്കെ നമുക്കും ആവാമെന്ന് സ്വപ്നം കാണാവുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും ഒരു നല്ല കാര്യമായിട്ട്. കൊറോണ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടുള്ളൊരു നല്ല ഔട്ട്കം, ഒരു നല്ല കാര്യമായിട്ട് ഞാൻ അതിനാണ് കാണുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി എത്രയും പെട്ടെന്ന് പരമാവധി ആൾക്കാരിൽ വാക്സിൻ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിയന്തര ലക്ഷ്യം. ഇതുവഴി കോവിഡ് എന്ന രോഗം നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കി ജനജീവിതം സാധാരണഗതിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളതുമാണ്. അത് അധികം താമസിയാതെ തന്നെ കഴിയും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടെ ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്.